എന്താ എന്താ ഉണ്ടായത്? റൂം തരാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. റൂം ഇല്ലെങ്കിൽ റൂമില്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു സത്രമൊന്നുമല്ല. കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരെങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിക്കണം. എന്താ പറഞ്ഞേ? അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്റെ അമ്മാവനാണ്, അങ്ങേരോട് പറഞ്ഞ കാശ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ദാ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയിലെ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണ് ഹോട്ടലിന്. അപ്പൊ അവൻ എന്നെ എടിയെന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിയെന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തനെ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് ഞാൻ തറയിലിരുന്ന് പൊട്ടിച്ചു. എന്നിട്ട് ഒരുത്തനെ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തനെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ച് കൊടുത്തു. അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഈ മാരി ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണത്. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചു. അതെന്താ? നാരായണക്കുട്ടി, ഞാൻ എന്ത് ചെയ്യണം? തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിതൊരു പോലീസിനെ വിളിച്ചില്ല. ഒരു 1500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിൽ അത് കൊടുക്കാം. കൈ കാശ് വല്ല ഇരിപ്പുണ്ടാ? എന്തേലും ഉള്ളത് മുഴുവൻ നിനക്ക് തന്നില്ലേ? എട്ടണയുണ്ട്, അവനോട് റൂം തരാൻ പറ. നാരായണൻകുട്ടി, ഇവർക്ക് മുഴുത്ത വട്ടാ. കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. വിളിച്ചിറക്കോട്ട് പോടൂ. മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന കൂടെ. ഇത് മുനിസ്വാമി അല്ല. അയ്യോ അല്ലേ? എന്നാ ഇതായിരിക്കും. കളർ പടോ പതിഞ്ഞിരിക്കണം. കോട് കോട്. ജ്യോതി മണ്ണില്ല, ഒരു തീയും മണ്ണില്ല, ഒരു മണ്ണാങ്കട്ടിയും മണ്ണില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ ഞാൻ തിരിച്ചു വന്നേ. ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവിടെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി. പ്രശ്നമുണ്ട്. പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്ന് ഉറങ്ങു വേണ്ടേ? പ്ലീസ്. അവൾ ഉറങ്ങി, വല്ല കഴിക്കണ്ടേ? നല്ല എരി. ഇങ്ങ് വാ, കുറച്ച് ബാക്കിയുണ്ട്. കൊടങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഇവിടെ കോഴി ഉണ്ടെന്ന്. ഈ കൊരങ്ങിന് എപ്പോഴും നോണയെ പറയൂ. എടി മൂദേവി, കൊരങ്ങനല്ലടി, ചിമ്പൻസിയാണ് ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുന്നറിയോ? കടിക്കും, മാന്തം, പിച്ച് ചെയ്ത് കീറും. എന്നെ വിടറാ. അയ്യോ, എനിക്ക് വിശക്കുന്നേ.